ഇന്നതാ ഇതുപോലൊരു വാൾ ഹാങ്ങിങ് ഫ്രെയിം ഉണ്ടാക്കിയാലോ. കുറച്ച് വുഡൻ സ്റ്റിക്കും ഒരു ബ്ലാക്ക് പേപ്പറും മതി. എന്നാ വാ, ഈ 2 ഐറ്റം വെച്ച് സംഭവം നമുക്ക് റെഡിയാക്കാം. ആദ്യം ഫ്രെയിം റെഡിയാക്കാം. അതിന് 2 സ്റ്റിക്ക് ഇതുപോലെ എടുത്ത് ഒട്ടിക്കാം. ഫ്രെയിമിന് അത്യാവശ്യം കട്ടി വേണമല്ലോ, അതുകൊണ്ടാ 2 എണ്ണം. നമ്മളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ലാത്തതുകൊണ്ട് വേഗം ഒട്ടാൻ ഫെവിക്വിക്ക് ബെസ്റ്റ് അല്ലേ. അങ്ങനെ 4 സൈഡും സെറ്റ് ചെയ്ത് ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി പെയിന്റ് അടിക്കാം. ഈ ബ്രഷ് കൊണ്ട് അടിക്കാൻ മടിയുള്ളവര് ഇതുപോലെ സ്പ്രേ പെയിന്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണി എളുപ്പമാക്കാം. പിന്നെ ഒരു തവണ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രഷ് എടുത്ത് പെയിന്റ് ചെയ്യാനുള്ള മടി നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഫ്രെയിമിൽ വെക്കാനുള്ള ലീഫ് റെഡിയാക്കാം. അതിന് ഈ ബ്ലാക്ക് പേപ്പർ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാറില്ലേ. ആ സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഇവിടെ എടുക്കാം. ഒരു കുഞ്ഞി പാത്രം എടുക്കുക, റൗണ്ട് വരയ്ക്കുക, കട്ട് ചെയ്യുക. അങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒരു 3-4 പീസ് മതി. ഇനി ആ റൗണ്ടിന് ഇത്തിരി ഭംഗി കൂട്ടണ്ടേ, അതിന് ഒരു ഗോൾഡൻ കളറുള്ള ബോർഡർ അങ്ങോട്ട് ചുറ്റിനും അടിച്ചു കൊടുത്താൽ മതി. ഇനി ആ റൗണ്ട് ഷേപ്പിനാ ഒന്ന് മടക്കി 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 നമ്മുടെ ചൈനീസ് വിഷറിയൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ആക്കിയെടുക്കണം. ദാ ഇതുപോലെ. ഇനി അതിൻ്റെ ബാക്കിൽ ഇതുപോലെ വുഡൻ സ്റ്റിക്ക് കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ ഫ്രെയിമിൽ വെക്കാനുള്ള ലീഫ് റെഡിയാവും. ഇനി റെഡിയാക്കിയ ലീഫ് മൊത്തം ആ ഫ്രെയിമിലേക്കൊന്ന് വെച്ചു കൊടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പം നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കാതെ ഇതുപോലെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാന്നേ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ.